കൊൽക്കത്ത ഡോക്ടർ കേസിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലായി മുഴുവൻ ഇന്ത്യയും ചർച്ച ചെയ്തത്. ഏത് ന്യൂസ് ചാനൽ തുറന്നാലും ഏത് യൂട്യൂബ് ചാനൽ തുറന്നാലും എല്ലാവരും തിരയുന്നത് ഈ ഡോക്ടർക്ക് എന്ത് സംഭവിച്ചു, അടുത്ത നടപടി എന്താണ്, എന്തൊക്കെ ട്വിസ്റ്റ് സംഭവിക്കുന്നു എന്നാണ് എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യസന്ധമായി ചിന്തിച്ചു നോക്കുക, എത്ര ദിവസം നിങ്ങളിത് തിരയും? ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ചയോ? ഇത് കഴിഞ്ഞ് മറ്റൊരു കേസ് സംഭവിച്ചാൽ ജനങ്ങളെല്ലാം ഇത് മറന്ന് ആ കേസിന് പുറകെ പോകാൻ തുടങ്ങും. ഇത് എല്ലാവരും മറക്കും. ഈ മറവി എന്നത് എല്ലാവർക്കും ബാധകമാണ്. ഇങ്ങനെ മറന്നുപോയ എത്രയോ കേസുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഡോക്ടർ എത്രത്തോളം ക്രൂരമായ വേദനയാണോ അനുഭവിച്ചത്, അതിനേക്കാൾ 10 മടങ്ങ് വേദന അനുഭവിച്ച മുംബൈ ആശുപത്രിയിൽ ഒരു നഴ്സിന് സംഭവിച്ച ഏതാണ്ട് സമാനമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ ഒരു കേസിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് സംസാരിക്കണം, ഈ ഒരു കേസ് ആരാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് എന്നുള്ളതറിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആശ്ചര്യപ്പെടും. ഈ ഒരു കൊൽക്കത്ത ഡോക്ടർ കേസ് വിചാരണയ്ക്കായി കോടതിയിലേക്ക് പോകുന്നു, സുപ്രീം കോടതിയിൽ. ആ സമയത്ത് ജഡ്ജി പറഞ്ഞത് 52 വർഷങ്ങൾക്ക് മുൻപ് 1973 വർഷം മുംബൈ ആശുപത്രിയിൽ ഒരു നഴ്സിന് നടന്ന സംഭവം ഇപ്പോ ഒരു ഡോക്ടർക്ക് വീണ്ടും സംഭവിച്ചുവെന്ന്. ഈ 50 വർഷത്തിനുള്ളിൽ നമുക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ലേ? അതുപോലെ തന്നെയാണോ നമ്മൾ ഇപ്പോഴും ഉള്ളത് എന്ന ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിന് ശേഷം 1973 മുംബൈ ആശുപത്രിയിൽ അരുണ രാമചന്ദ്ര ഷാൻപ എന്ന നഴ്സിന് സംഭവിച്ച കാര്യം ജനങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ തിരയാൻ തുടങ്ങി. ഈ കൊൽക്കത്ത ഡോക്ടർ കേസിനെ സംബന്ധിച്ച് അവർ അനുഭവിച്ച വേദനയും ക്രൂരതയും 45 മിനിറ്റാണ്. മരണവേദന തന്നെയാണ്, അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു കേസിൽ ആ നഴ്സ് ഏകദേശം 42 വർഷം ഓരോ മിനിറ്റും ആ വേദന അനുഭവിച്ചുകൊണ്ടിരുന്നു. ആരാണ് ഈ അരുണ ഷാൻപ? ഇവർക്ക് മുംബൈ ആശുപത്രിയിൽ എന്താണ് സംഭവിച്ചത്? 42 വർഷം അവർ എങ്ങനെയുള്ള വേദനയാണ് ജീവിതത്തിൽ അനുഭവിച്ചുവെന്നുള്ള വളരെ ഹൃദയഭേദകമായ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാൻ പോകുന്നത്. അതിനു മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമന്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. കൂടാതെ മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും അത് സഹായിക്കും. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആയിരത്തി 1948 വർഷം കർണാടകയിൽ ജനിച്ച ഈ അരുണ ഷാൻപ എന്ന പെൺകുട്ടിക്ക് ചെറിയ പ്രായം മുതലേ നഴ്സ് ആകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു. 23-ാം വയസ്സിൽ മുംബൈയിലുള്ള ഒരു ആശുപത്രിയിൽ നഴ്സായി ജോയിൻ ചെയ്യുന്നു. കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ആശുപത്രി, ചുരുക്കി പറഞ്ഞാൽ KEM. സാധാരണ ഡോക്ടേഴ്സ്, നഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഡേ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി, 24 അവേഴ്സ്, 48 അവേഴ്സ്, എന്തിന് 3 ദിവസം തുടർന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണ് ഈ നഴ്സും ജനങ്ങളെ സേവിക്കണം എന്നതിനു വേണ്ടി രാവും പകലും ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്നു. 1973 നവംബർ മാസം 27-ാം തീയതി അരുണ ഷാൻപ നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്നു. സാധാരണ നഴ്സൊക്കെ കണ്ടിട്ടുണ്ടാകും, വീട്ടിൽ നിന്ന് വരുമ്പോൾ സാധാരണ ഒരു വസ്ത്രം ധരിച്ചിട്ട് വരും. ആശുപത്രിയിൽ വന്നതിനു ശേഷമായിരിക്കും അവരുടെ വസ്ത്രം മാറ്റുക. അങ്ങനെ ഈ ആശുപത്രിയിലുള്ള ബേസ്മെന്റിലെ ഒരു മുറിയിൽ ഇവർ വസ്ത്രം മാറാനായി പോകുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് വന്ന ഒരു വ്യക്തി നായകളെ കെട്ടുന്ന ഒരു ചങ്ങല ഉപയോഗിച്ച് അവളുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. ആ വ്യക്തി അടുത്ത അരുണയെ എന്തു ചെയ്തു എന്നുള്ളതിന് 2 വ്യത്യസ്ത തിയറീസ് പറയുന്നുണ്ട്. ഒന്നാമതായി, ഈ നഴ്സിനോട് തെറ്റായി പെരുമാറണം എന്നതിന് വേണ്ടിയാണ് അയാൾ അകത്തേക്ക് വന്നത് എന്ന് പറയുന്നു. രണ്ടാമത്തെ തിയറി പറയുന്നത്, ഇല്ല, ഈ നഴ്സിനോട് അയാൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു, അവളെ വേദനിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത് എന്നും പറയുന്നു. സത്യത്തിൽ ആ നഴ്സിനോട് അയാൾ മോശമായി പെരുമാറിയോ ഇല്ലയോ എന്നുള്ള വിവരം ലഭിച്ചിട്ടില്ല. എന്നാൽ ആ വ്യക്തി എപ്പോഴാണോ ആ നായകളെ കെട്ടുന്ന ചങ്ങല അവളുടെ കഴുത്തിൽ ഞെരിക്കാൻ തുടങ്ങിയത്, അപ്പോൾ തന്നെ അവളുടെ കഴുത്തിലെ എല്ലുകൾ പൊട്ടാൻ തുടങ്ങി. തലച്ചോറിലേക്ക് പോകുന്ന ഓക്സിജൻ പൂർണ്ണമായും നിലയ്ക്കുന്നു. അവിടെ തന്നെ അവൾക്ക് ബോധം നഷ്ടമാകുന്നു. പല മണിക്കൂർ കഴിഞ്ഞ് രാവിലെ ഒരു 7:45 ആ മുറി വൃത്തിയാക്കാൻ വന്ന ജോലിക്കാരി അവളുടെ ശരീരം കാണുകയും അതേ ആശുപത്രിയിൽ അവൾക്ക് ചികിത്സ നൽകുകയും ചെയ്തു. ഡോക്ടേഴ്സ് ഒരുപാട് പാടുപെട്ട് അവളുടെ ജീവൻ രക്ഷിച്ചു. എന്നാൽ ഇതിനകം തലച്ചോറിലേക്ക് പോകുന്ന ഓക്സിജൻ തടസ്സപ്പെട്ടതുകൊണ്ട് പല മണിക്കൂർ അവൾ കോമയിലായിരുന്നു. അതിനുശേഷം വെജിറ്റേറ്റ് എന്ന മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഈ വെജിറ്റേറ്റീവ് എന്നത് ഒരു കോമയല്ല, പോസ്റ്റ് കോമയാണ്. ഉദാഹരണത്തിന്, ഒരാൾ കോമ സ്റ്റേജിലാണെങ്കിൽ അത് 2 രീതിയിലായിരിക്കും. അവബോധവും ഉണർവും. അതായത് സുബോധം ഉണ്ടാവുകയില്ല,
കണ്ണുകൾ തുറന്ന് അവരെ കൊണ്ട് ചുറ്റും ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കാണാനും കഴിയില്ല. മൊത്തത്തിൽ എപ്പോഴും അബോധാവസ്ഥ എന്ന നിലയിലായിരിക്കും. എന്നാൽ ചിലർ കോമയിൽ നിന്ന് റിക്കവർ ആയാൽ പോലും ഈ വെജിറ്റേറ്റ് എന്ന സ്റ്റേറ്റിലേക്ക് പോകും. ഈ സ്റ്റേറ്റിലുള്ളവർക്ക് വേക്ക്ഫുൾനെസ് ഉണ്ടായിരിക്കും, അതായത് കണ്ണ് തുറന്ന് നോക്കും, അതേസമയം അവയർനെസ് ഉണ്ടാകില്ല. അവരുടെ ജോലി അവരെ കൊണ്ട് നോക്കാൻ സാധിക്കില്ല. ഇങ്ങനെ കണ്ണു തുറന്നിരിക്കും എന്നതല്ലാതെ ഏകദേശം ഒരു അബോധാവസ്ഥയിൽ തന്നെയാണ്. എന്നാൽ തനിക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അവസാനം വരെയും ആ കിടക്കയിൽ തന്നെ ആയിരിക്കണം. ഇങ്ങനെ ഈ നഴ്സും വെജിറ്റേറ്റ് എന്ന സ്റ്റേറ്റിലേക്ക് പോയതുകൊണ്ട് 24 മണിക്കൂറും അവരെ നോക്കാൻ ഒരാൾ വേണം. ഭക്ഷണം കൊടുക്കുന്നത് മുതൽ അവരുടെ ദൈനംദിന ജീവിതങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാകണം. ജോലി നോക്കുന്ന അതേ ആശുപത്രിയിൽ വെച്ച് ഈയൊരു ക്രൂരത സംഭവിച്ചതുകൊണ്ട് അവസാനം വരെയും ഈ നഴ്സിനെ അവിടെ വെച്ച് തന്നെ ചികിത്സിക്കണം എന്ന് കരുതി പല വർഷം അതേ ആശുപത്രിയിൽ തന്നെ നോക്കുന്നു. എന്നാൽ ഇടയ്ക്ക് ഗവൺമെന്റ് പറഞ്ഞത് ജീവിതകാലം മുഴുവനും ഈ വെജിറ്റേറ്റ് സ്റ്റേറ്റിൽ ഉള്ളതുകൊണ്ട് ഒരു ബെഡ് അവിടെ നഷ്ടമാവുകയാണ്. അതിനാൽ ഒരുപാട് രോഗികൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിനാൽ ഈ നഴ്സിനെ ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റണം എന്ന രീതിയിൽ പറയുന്നു. എന്നാൽ ആ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മറ്റ് നഴ്സസ് ഇതിന് വലിയൊരു എതിർപ്പ് പ്രകടിപ്പിച്ചു. ഈ ആശുപത്രിയിൽ വെച്ചാണ് അവർക്ക് ഈ ക്രൂരത സംഭവിച്ചത്. അവസാനം വരെയും ഇതേ ആശുപത്രിയിൽ തന്നെ അവരായിരിക്കണം, ഇവിടെ വെച്ച് തന്നെ ചികിത്സ നടത്തണമെന്ന രീതിയിൽ എല്ലാവരും പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇപ്പൊ കൊൽക്കത്ത കേസിൽ നടക്കുന്നത് പോലെ തന്നെ ആ കുറ്റവാളിക്ക് തക്കതായ ശിക്ഷ നൽകണം, ഞങ്ങൾക്ക് യാതൊരു സുരക്ഷയും ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സും നഴ്സസും പ്രതിഷേധിക്കുന്നത് പോലെ സമാനമായ ഒരു പ്രതിഷേധം 1973 നടന്നിരുന്നു. പോലീസും വളരെ ഗൗരവമായി കേസ് അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം ആ കുറ്റവാളിയെ കണ്ടെത്തുകയും ചെയ്തു. അതേ ആശുപത്രിയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന സോഗൻലാൽ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു. ഈ സോഗൻലാലിനും നഴ്സിനും ഇതിനകം തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഡ്യൂട്ടി അലിഗേഷൻ. കൂടാതെ ആ വ്യക്തി ലീവ് ചോദിച്ചപ്പോൾ നഴ്സ് നൽകില്ല എന്ന് പറഞ്ഞു. ഇവർക്കിടയിൽ തന്നെ നേരത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ നഴ്സിനോട് പകരം വീട്ടണം എന്നതിനു വേണ്ടിയാണ്, അവൾ ഒറ്റയ്ക്കുള്ളപ്പോൾ അവളെ ആക്രമിച്ച് മുറിവുണ്ടാക്കണം എന്നതിനു വേണ്ടിയിട്ടാണ് സോമൻലാൽ നായയ്ക്ക് കിട്ടുന്ന ചങ്ങല ഉപയോഗിച്ച് അവളെ ആക്രമിച്ചത്. എന്നാൽ ജീവിതകാലം മുഴുവനും അത് ആ നഴ്സിന് ഇത്രയും വലിയൊരു ആഘാതം ഉണ്ടാക്കുമെന്നുള്ളത് സോഗൻലാലിന് അറിയില്ലായിരുന്നു. എന്നാൽ അവൻ പോലീസിനോട് പറഞ്ഞത്, എനിക്കും അവർക്കുമിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സത്യമാണ്, ഞാൻ അവരെ ആക്രമിക്കാൻ വേണ്ടിയാണ് പോയത്, മറ്റു യാതൊരു രീതിയിലും അവരോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞു. നഴ്സിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും അയാൾ ആ നഴ്സിനോട് മോശമായി പെരുമാറിയതിന്റെ യാതൊരു തെളിവുകളും ഇല്ലാത്തതുകൊണ്ട് 2 വ്യത്യസ്ത കേസുകളിൽ 7 വർഷത്തെ ജയിൽ ശിക്ഷ നൽകി. മൊത്തം 14 വർഷം അവൻ ജയിലിൽ കിടക്കേണ്ട ആവശ്യം ഇല്ല. ഈ 7 വർഷത്തെ തടവ് ശിക്ഷയും അവൻ പാരലായി ഒരേ സമയം അനുഭവിച്ചാൽ മതി. അങ്ങനെ 7 വർഷം കഴിഞ്ഞ് സോഗൻലാൽ ജയിൽ വിട്ട് പുറത്തേക്ക് വരുന്നു. ഇത് കഴിഞ്ഞ് അവൻ എവിടെ പോയി, എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. ഇതേസമയം പിങ്കി എന്ന ഒരു ജേർണലിസ്റ്റ് ചെയ്തത് ഈ ഒരു കേസിൽ ഒരുപാട് താല്പര്യം കാണിക്കുകയും ഈ ഒരു നഴ്സിനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന സോഗൻലാൽ എന്ന വ്യക്തി അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ അവസാനം വരെയും അവരെ കൊണ്ട് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. ചില റെഫറൻസ് പറയുന്നത് ആ സോഗൻലാൽ ഇതിനകം തന്നെ മരിച്ചുവെന്നാണ്. അതായത് അവന് HIV വന്നതുകൊണ്ട് ചില വർഷം കിടക്കയിലായിരുന്നു, പിന്നെ അവൻ മരിച്ചുവെന്നും പറയുന്നു. അങ്ങനെ പിങ്കി എന്ന ജേർണലിസ്റ്റ് സോഗൻലാലിനെ തിരയുന്നത് അവസാനിപ്പിച്ചു. ഇത് കഴിഞ്ഞ് ജേർണലിസ്റ്റ് ആ നഴ്സിനെ പല വർഷം നോക്കുന്നു. 73 വർഷം മുതൽ 2010 വരെയും അരുണ എന്ന നഴ്സ് അതേ കിടക്കയിൽ തന്നെയായിരുന്നു. വെജിറ്റേറ്റ് സ്റ്റേറ്റിന്റെ എക്സ്ട്രീം സ്റ്റേറ്റിലുള്ളതുകൊണ്ട് ഇനി ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇത്രയും കഷ്ടപ്പാടുകൾ അവർക്ക് നൽകുന്നതിന് പകരം എന്തുകൊണ്ട് നമുക്കവരെ ദയാവധം ചെയ്തുകൂടാ എന്നൊരു ചിന്ത ഈ ജേർണലിസ്റ്റിന് വന്നു. അങ്ങനെ 2010 വർഷം പിങ്കി എന്ന ജേർണലിസ്റ്റ് സുപ്രീം കോടതിയിൽ ഇതിനുവേണ്ടി ഒരു ഹർജി നൽകി. അത് അന്വേഷിച്ച് സുപ്രീം കോടതി പറഞ്ഞത് 3 ഡോക്ടേഴ്സിനെ നിയമിക്കുകയും നഴ്സിന്റെ അവസ്ഥ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഭാവിയിൽ ഒരുപക്ഷെ ചികിത്സ നൽകിയാൽ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. ആ 3 ഡോക്ടേഴ്സും അരുണ എന്ന ഡോക്ടറെ പരിശോധിച്ചതിന് ശേഷം ഇനി ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള യാതൊരു സാധ്യതയുമില്ല, മസ്തിഷ്കത്തിൽ കനത്ത ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, ജീവിതാവസാനം വരെ ഇതേ അവസ്ഥയിലായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് സുപ്രീം കോടതിയും അത് ശരിവെച്ചു. ദയാവധത്തിന് ഞങ്ങൾ അനുമതി നൽകാം, പക്ഷേ ആർക്ക് വേണമെങ്കിലും ഇതിനായിട്ടുള്ളൊരു അപേക്ഷ നൽകാൻ കഴിയില്ല. അവരുടെ അമ്മ, അച്ഛൻ, ബന്ധുക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇങ്ങനെ അടുത്ത ബന്ധുക്കൾ, ഇവരാരുമില്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ, ഇവർ ഒരു അപേക്ഷ നൽകിയാൽ മാത്രമേ ദയാവധം നൽകാൻ ഞങ്ങൾ സമ്മതിക്കൂ, ഈ ഒരു രീതിയിൽ കോടതി പറഞ്ഞു. പക്ഷേ ഇവിടെ ഹർജി നൽകിയത് പിങ്കി എന്ന ജേർണലിസ്റ്റാണ്. പിങ്കിക്കും അരുണ എന്ന നഴ്സിനും യാതൊരു ബന്ധവുമില്ല, യാതൊരു സൗഹൃദവുമില്ല. ഈ സമയം സുപ്രീം കോടതി ഈ ദയാവധം നടക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഈ ഒരു വിധി KEM ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സസ്
വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു. എല്ലാവരും മധുരം നൽകി ആഘോഷിച്ചു. ഇങ്ങനെ പല വർഷം അരുണ കിടപ്പിലായിരുന്നു. 42 വർഷം ഒരേ കിടക്കയിൽ തന്നെ കിടന്ന് കഷ്ടപ്പെട്ടു. അങ്ങനെ 2015 ന്യൂമോണിയ വരികയും അതേ ആശുപത്രിയിൽ വെച്ച് തന്നെ ദയനീയമായി മരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചിത്രം കാണാൻ കഴിയും. ഇതേ കട്ടിലായിരുന്നു 40 വർഷത്തോളം അവരുടെ ജീവിതം കഴിച്ചത്. സാധാരണ നമ്മുടെ വീട്ടിലെ വയസ്സായവരോ മുത്തശ്ശനോ എപ്പോഴും ഇരിക്കുന്ന ഒരു കസേര ഉണ്ടാകും. അവരുള്ള സമയത്ത് അവരുടെ വില നമുക്ക് മനസ്സിലാകില്ല. എന്നാൽ അവർ മരിച്ചു കഴിയുമ്പോൾ അവരിരുന്ന ആ ഒരു കസേര കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെന്നറിയാത്ത ഒരു വേദന ഉണ്ടാകും, ദുഃഖമുണ്ടാകും. അതേ ദുഃഖമാണ് ഈ ഒരു ചിത്രം കാണുമ്പോഴും തോന്നുന്നത്. ഈ ഒരു കട്ടിലിൽ 42 വർഷം അവർ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. ഈ കഥ ഇതോടുകൂടി അവസാനിക്കുന്നില്ല. ഇവർ എപ്പോഴാണോ മരിച്ചത് അതിനുശേഷം ഒരു ജേർണലിസ്റ്റിന് ഈ നഴ്സിന്റെ സംഭവം അവർക്ക് വല്ലാത്തൊരു സ്വാധീനം ചെലുത്തി. ഇവരെ ഈ ഒരു അവസ്ഥയിലാക്കിയ സോപ്പൻലാൽ എന്ന വ്യക്തി മരിച്ചു എന്നുള്ളതിന് സ്ഥിരീകരിച്ച വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും അയാളെ തിരയാൻ തുടങ്ങി. ഈ സമയം അവർ ജയിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ സോപ്പൻലാൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവന്റെ പേര് മാറ്റി വിവാഹം കഴിച്ച് കുടുംബമായി ആ ഒരു ഗ്രാമത്തിൽ അവൻ സന്തോഷമായി ജീവിക്കുന്നു. അങ്ങനെ ജേർണലിസ്റ്റ് അയാളെ നേരിട്ട് കണ്ട് ഒരു അഭിമുഖം നടത്തി. തുടക്കത്തിൽ അയാൾ എതിർപ്പ് കാണിച്ചെങ്കിലും തന്റെ നിരപരാധിത്വം, തന്റെ മേൽ പതിഞ്ഞ ആ ഒരു കറ നീക്കാനായി ശരി ഞാൻ അഭിമുഖം നൽകാമെന്ന് അയാൾ പറഞ്ഞു. അതിലയാൾ പറഞ്ഞത്, ഞങ്ങൾ ജോലി നോക്കുമ്പോൾ എനിക്കും അവർക്കുമിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ദേഷ്യത്തിലാണ് ഞാൻ അവരെ നായ്ക്ക് കെട്ടുന്ന ചങ്ങല ഉപയോഗിച്ച് ആക്രമിച്ചത്. പക്ഷേ മോശമായി പെരുമാറണമെന്നുള്ള യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു. പറഞ്ഞു വന്നാൽ ഈ സംഭവം നടന്ന് 40-50 വർഷമായി. ഞാൻ ആ സമയം എന്ത് ചെയ്തു എന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ അവരോട് എനിക്ക് ദേഷ്യവും വിദ്വേഷവും ഉണ്ടായിരുന്നു. അതല്ലാതെ മറ്റ് യാതൊരുവിധ ഉദ്ദേശവും എനിക്കില്ലായിരുന്നു. ഞാൻ ഈ ചെയ്ത കാര്യം കൊണ്ട് തലച്ചോറിൽ അവർക്ക് ഇത്രയേറെ ഡാമേജ് ഉണ്ടാവുകയും ജീവിതകാലം മുഴുവനും അവർ ഈ അവസ്ഥയിലായിരിക്കും എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ല എന്ന രീതിയിൽ അയാൾ പറഞ്ഞു. സോപ്പൻലാൽ പറയുന്നത്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു അപകടമാണ്. അവർക്ക് ഇത്ര വലിയൊരു ആഘാതം സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഞാനിത് ചെയ്യുമായിരുന്നില്ല. മനസ്സുകൊണ്ട് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു എന്നയാൾ പറഞ്ഞു. എന്നാൽ 1000 മാപ്പ് പറഞ്ഞാലും നഷ്ടപ്പെട്ട ഒരാളുടെ ജീവിതം തിരിച്ചു വരുമോ? വളരെ കഷ്ടപ്പെട്ട് നഴ്സായി ജോലി ചെയ്ത് രോഗികളെ ശുശ്രൂഷിക്കണം എന്നാഗ്രഹിച്ച ഒരു നഴ്സിനെ തുടർന്ന് 42 വർഷത്തോളം വേദനിപ്പിച്ചു കൊല്ലുകയായിരുന്നു. ചിന്തിച്ചു നോക്കുക, 42 വർഷം ഒരേ കിടക്കയിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ആയിരക്കണക്കിന് ചിന്തകൾ വന്നുപോയിട്ടുണ്ടാകും. തനിക്കുള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ ആരോടും പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ആ നഴ്സ്. പല കാര്യങ്ങൾ അവരുടെ മനസ്സിനുള്ളിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടാകും. എത്ര കഠിനമായ ഒരു ജീവിതമാണ് അവർ ജീവിച്ച് തീർത്തത് എന്നുള്ളത് സത്യത്തിൽ എന്നെ കൊണ്ട് ഊഹിച്ചു നോക്കാൻ പോലും കഴിയുന്നില്ല. അരുണയുടെ ജീവിതത്തിൽ ഒരുപാട് താല്പര്യം കാണിച്ച ഈ പിങ്കി എന്ന ജേർണലിസ്റ്റ് തന്നെ അരുണ സ്റ്റോറി എന്ന പേരിൽ അവരുടെ ജീവചരിത്രത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി. അതിനുശേഷം 2015 മരം പെയ്യുമ്പോൾ എന്ന പേരിൽ മലയാളത്തിൽ നഴ്സ് അരുണയെക്കുറിച്ചുള്ള ഒരു സിനിമ പുറത്തിറങ്ങി. അവളുടെ ജീവചരിത്രം ഒരു സിനിമയെ തന്നെ നിർമ്മിച്ചു. ഈ ഒരു കേസ് ഇപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കൊൽക്കത്ത ഡോക്ടർ കേസ് നമ്മുടെ എല്ലാ മനസ്സിൽ വലിയൊരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അതിലും പല മടങ്ങ് ആഘാതം ഈ നഴ്സ് അരുണയുടെ കേസ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനാൽ എനിക്കുള്ള ഈ കുറഞ്ഞ ഓഡിയൻസ് എങ്കിലും ഇതിനെക്കുറിച്ച് അറിയണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൊൽക്കത്ത ഡോക്ടർ കേസിൽ സഞ്ജയ് റോയ്ക്ക് മരണശിക്ഷ നൽകിയാൽ പോലും തെറ്റുകൾ ഇനി കുറയുമോ? തീർച്ചയായും കുറയില്ല. വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞ് ഒരു ആശുപത്രിയിൽ സംഭവിക്കും, ഒരു കോളേജിൽ സംഭവിക്കും, ഒരു സ്കൂളിൽ സംഭവിക്കും, നമ്മുടെ വീടുകളിൽ പോലും സംഭവിക്കും. എല്ലാ സ്ഥലങ്ങളിലും ഇത് സംഭവിക്കും. കാരണം ഇവർക്ക് നൽകുന്ന മരണശിക്ഷ എന്നത് നമുക്ക് വരുന്ന രോഗത്തിന് ചികിത്സ നൽകുന്നത് പോലെയാണ്. പക്ഷേ ഈ രോഗം എങ്ങനെ വരാതെ തടയാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ വരാതെ തടയുക എന്നുള്ളത് ഒരു ദിവസം 2 ദിവസത്തിൽ നടക്കുന്ന കാര്യമല്ല. അതിന് പല വർഷങ്ങളെടുക്കും. എന്തിന്? പല തലമുറകൾ വേണ്ടി വന്നേക്കാം. ഇതെങ്ങനെ നമുക്ക് നടപ്പിലാക്കാം? ഒരാൾ തെറ്റു ചെയ്യുകയാണെങ്കിൽ, അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ കഠിനമായ ശിക്ഷ തന്നെ നൽകണം. അതിൽ യാതൊരു മാറ്റവുമില്ല. സഞ്ജയ് റോയ്ക്ക് തീർച്ചയായും കഠിനമായ ശിക്ഷ നൽകണം. എന്നാൽ ഇത് ഭാവിയിൽ എങ്ങനെ തടയാം? ചെറിയ പ്രായം മുതൽ എല്ലാ കുട്ടികൾക്കും സെക്സ് എഡ്യൂക്കേഷൻ നൽകുക. ഒരു സ്ത്രീ എങ്ങനെ പുരുഷനെ ബഹുമാനിക്കണം, ഒരു പുരുഷൻ എങ്ങനെ സ്ത്രീയെ ബഹുമാനിക്കണം. ഒരാളുടെ താല്പര്യമില്ലാതെ അവരെ തൊടാൻ പാടില്ല. അവരുടെ ഇഷ്ടമില്ലാതെ വൈകാരികമായി ഒരാളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഇതിനെല്ലാം അപ്പുറം സഞ്ജയ് റോയ്ക്ക് സംഭവിച്ചതുപോലെ പൂർണ്ണ ലഹരി. ഈ മദ്യപാനം ഒഴിവാക്കിയാൽ തന്നെ പല കുറ്റങ്ങളും ഇവിടെ കുറയും. നമ്മൾ ഗവൺമെന്റിനെയോ പോലീസിനെയോ മറ്റാരെയും പ്രതീക്ഷിക്കരുത്. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ എല്ലാത്തിനും ഒരു തുടക്കം കുറിക്കാം. ഒരു ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, അവളെ എങ്ങനെ ബഹുമാനിക്കണം,
അവളുടെ താല്പര്യമില്ലാതെ അവളെ തൊടുന്നത് തെറ്റാണ്, അവളെ നോക്കുന്നത് തെറ്റാണ്. അവളുടെ ഇഷ്ടമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. അതേ കാര്യം തന്നെയാണ് പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു പുരുഷനെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവർക്കിഷ്ടമില്ലാതെ അവരെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇമോഷണലി അവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഈ രണ്ട് വ്യക്തികൾക്കും പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ആയാൽ വരും തലമുറയിലെങ്കിലും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നമ്മെക്കൊണ്ട് തടയാൻ സാധിക്കും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഈ ഒരു അഡ കേസ് തീർച്ചയായും എനിക്ക് വല്ലാത്ത വേദന സൃഷ്ടിച്ചു. നിങ്ങൾക്ക് ഈ ഒരു കേസിനെ കുറിച്ച് എന്ത് തോന്നി? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.